നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു കൊല്ലത്തേക്ക്. കൊല്ലത്ത് അതിശക്തമായ പ്രതിഷേധവുമായി മഹിളാ മോർച്ച രംഗത്തുണ്ട്. സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര എന്ന വാഗ്ദാനം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. മഹിളാ മോർച്ച പ്രവർത്തകർ കൊല്ലം KSRTC ബസ്സിൽ കയറി പ്രതിഷേധിക്കുന്നു. തത്സമയം മനോജുണ്ട് കൊല്ലത്ത് നിന്ന്. മനോജ്, അതിശക്തമായ പ്രതിഷേധവുമായി മഹിളാ മോർച്ച മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ബസ്സിൽ കയറിയുള്ള പ്രതിഷേധമാണ് പ്രവർത്തകർ കാഴ്ചവെക്കുന്നത്. എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? ഇപ്പോൾ ബസ്സിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ കയറിയിട്ടുണ്ട്. അവർ ബസ്സിലേക്ക് കയറി പതാകകളും അതോടൊപ്പം തന്നെ ഈ പ്ലക്കാർഡുകളുമായി പ്രതിഷേധം അറിയിക്കുകയാണ്. ഇന്ന് സൗജന്യ യാത്രയാണ് UDF വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ യാത്ര തങ്ങൾക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ കയറുകയും ബസ്സിലേക്ക് കണ്ടക്ടർ കയറുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ടിക്കറ്റ് എടുക്കുമോ എന്നുള്ളത് നോക്കിക്കാണുക. ഈ ടിക്കറ്റ് എടുക്കുമോ നിങ്ങൾ? ഇല്ല, എടുക്കില്ല. ഇല്ല ഇല്ല എടുക്കത്തില്ല. ഇല്ല ടിക്കറ്റ് എടുക്കില്ല. ഇന്ന് തന്ന വാഗ്ദാനമായിരുന്നല്ലോ ഇന്ന് മുതൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത്. എന്തായാലും കണ്ടക്ടർ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ മഹിളാ മോർച്ച പ്രവർത്തകർ ടിക്കറ്റ് എടുക്കില്ല, സൗജന്യമായി തന്നെ തങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ കണ്ടക്ടർ പറയുന്നത് എല്ലാരും പറഞ്ഞിട്ടില്ല, നമുക്ക് അതിനുള്ള കുറിച്ചുള്ള ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾക്കറിയത്തില്ല. 15-ാം തീയതി തൊട്ട് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതോ ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കയറിയതാ. സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇതൊന്നും തന്നിട്ടില്ല ഇതുവരെ. സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ പൈസ മേടിക്കാതെ ടിക്കറ്റ് കൊടുത്തിട്ടേ വണ്ടി എടുക്കാൻ പറ്റൂ. പൈസ മേടിക്കാതെ നിങ്ങൾ ടിക്കറ്റ് കൊടുക്കണം. കാര്യം കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കാണിച്ചിട്ടുള്ള അനീതിയാണ്. ഒന്ന്, മതാധിപത്യവും പണാധിപത്യവും ജയിച്ചതുകൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത്. ആ VD സതീശന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ് കേരളത്തിലെ അമ്മമാരോടും ശ്രീമാരോടും പറഞ്ഞത്. മെയ് മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം. ആ വാഗ്ദാനം മുഖ്യമന്ത്രി സ്ഥാനം നീണ്ടുപോയത് ഇവിടുത്തെ ജനങ്ങളുടെ കുറ്റം കൊണ്ടല്ല. അത് കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും തമ്മിലടി മൂലമാണ് മുഖ്യമന്ത്രി പദവി നീണ്ടുപോയത്. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനം പാലിക്കുവാൻ UDF തയ്യാറാകണം. അതിന് ശക്തമായ പ്രതിഷേധമാണ്. ആദ്യം സൗജന്യമായി ടിക്കറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ വാഹനം മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. തീർച്ചയായും ഇവിടെയുള്ള മഹിളാ മോർച്ച പ്രവർത്തകർക്ക് സൗജന്യമായി ടിക്കറ്റ് നൽകിയ ശേഷം മാത്രമേ വാഹനം മുന്നോട്ടെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് BJP നേതൃത്വം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും നിരവധി മഹിളാ മോർച്ച പ്രവർത്തകർ, ഈ ബസ് നിറയെ ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകരാണുള്ളത്. അവരോരോരുത്തരും അങ്ങനെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തങ്ങൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ ബസ്സിലുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. KSRTC ബസ്, തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസ്സിലാണ് ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ കയറിയിട്ടുള്ളത്. അവർക്ക് യാത്ര ചെയ്യാൻ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇന്നു മുതൽ സൗജന്യമാണ് യാത്ര എന്ന് വാഗ്ദാനം നൽകിയവർക്ക് മുന്നിലാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. അവരൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമാകുവാൻ വേണ്ടി ഈ ബസ്സിലെ സീറ്റുകളിൽ കയറിയിട്ടുണ്ട്. ഇന്ന് സൗജന്യ യാത്ര സൗജന്യ യാത്രയാണ് നടത്തും. നടപ്പിലാക്കണം, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണം. അത് കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ സമരം നിർത്തത്തുള്ളൂ. അതെ 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 തീർച്ചയായും. അത് അവര് കസേരക്ക് അടികൂടിയത് നമുക്ക് പ്രശ്നമല്ലല്ലോ. നമുക്ക് 15-ാം തീയതി മുതൽ നമുക്ക് സൗജന്യ യാത്രയാണ് പറഞ്ഞിരുന്നത്. അത് നമുക്ക് നടപ്പിലാക്കണം, അത്രേ ഉള്ളൂ. ഈ കാര്യം അവര് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന്. പക്ഷെ അതിന്ന് ഡേറ്റും പറഞ്ഞു 15-ാം തീയതി. പക്ഷെ ഇന്ന് 15 ഒരു അറിയിപ്പും തന്നിട്ടില്ല. ടിക്കറ്റ് എടുക്കത്തില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് സൗജന്യ യാത്ര തന്നെയാണ്. ഈ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. ബസ് ഇവിടെ ഡ്രൈവർ കയറി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ബസ് മുന്നോട്ടെടുക്കണമെങ്കിൽ ഇവർ ടിക്കറ്റ് എടുക്കണമെന്നാണ് കണ്ടക്ടർ ആവശ്യപ്പെടുന്നത്. എന്തായാലും മറ്റ് യാത്രക്കാരടക്കം ഈ ബസ്സിലുണ്ട്. അതോടൊപ്പം മഹിളാ മോർച്ച പ്രവർത്തകരുമുണ്ട്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൂ.
ഇതന്നെ മുഖ്യ പ്രതിഷേധം ടിക്കറ്റ് എടുക്കത്തില്ല. ഇന്ന് മെയ് 15 സൗജന്യ യാത്ര ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ടിക്കറ്റ് എടുക്കില്ല. ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾ യാത്ര ചെയ്യും. ഇല്ല, ടിക്കറ്റ് എടുക്കാതെ തന്നെ ഞങ്ങളുടെ ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെ സമൂഹത്തിൽ സ്ത്രീജനങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ട് ലേഖകളും കിട്ടിയതാണ്. അവർ അധികാരത്തിൽ വന്നോ വന്നില്ലെങ്കിലും മെയ് 15 നിങ്ങൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് സൗജന്യ യാത്ര നൽകണം. ഞങ്ങൾക്ക് പിള്ളേർക്ക് 1000 രൂപ വെച്ചുണ്ടെന്നൊക്കെ സഹോദരി KSRTC ബസ് പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ അനധികൃതമായിട്ട് KSRTC ബസ്സിൻ്റെ റൂട്ട് മുടക്കുകയോ അവരുടെ സർവീസ് മുടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. സാറേ പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ കേരളം ഇപ്പം ഭരിക്കുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് സാറേ പറഞ്ഞേക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനം കൺട്രോൾ ചെയ്യുന്നത് വി ഡി സതീശൻ അല്ലേ സാറേ? അന്നാ പിന്നെ പ്രതിപക്ഷ നേതാവ് 102 സംതിങ് MLA-മാരുള്ള പാർട്ടിയല്ലേ, അവരല്ലേ നിശ്ചയിക്കണ്ടേ സർക്കാർ? പിന്നെ അവര് വാഗ്ദാനങ്ങൾ പറയുന്ന കുഴപ്പമില്ല. 10-12 ദിവസം എടുത്തു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി. അത് ഞങ്ങളുടെ കുഴപ്പമില്ല. മെയ് 15 എന്നുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നാ പറഞ്ഞാൽ അത് നടപ്പിലാക്കിയാൽ മതി. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ആ സൗജന്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി ചോദിച്ചല്ല, ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന് ഒരു സ്ത്രീകളും ആവശ്യപ്പെട്ടില്ല. ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് സൗജന്യ യാത്ര തരാമെന്ന്. പുറത്തിറങ്ങി സമരം അവസാനിപ്പിച്ച് പോകണം. സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾ റൂട്ട് മുടക്കി കഴിഞ്ഞാൽ അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സമാധാനപരമായിട്ട് പുറത്തിറങ്ങുക. അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ ഞാൻ ചോദിക്കട്ടെ, ഈ സാധാരണ സ്ത്രീജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന് അല്ല, അപ്പൊ പിന്നെ അത് മെയ് 15 ഞങ്ങളുടെ കുഴപ്പമല്ല. മന്ത്രിസഭാ രൂപീകരണം ഞങ്ങളുടെ കുഴപ്പമല്ല. അല്ല, മെയ് 15 എന്നൊരു ദിവസം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് സർക്കാരിന്റെ ബസ്സല്ലേ? അല്ല, എല്ലാം അങ്ങനെ അവരുടെ പറച്ചിലിനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ സാറേ? ബസ്സിന്റെ റൂട്ട് നമ്മൾ മുടക്കുന്നില്ല. നമുക്ക് സൗജന്യം, അവര് പറഞ്ഞ സൗജന്യ യാത്ര തന്നാ മതി. ഞങ്ങൾ റൂട്ട് മുടക്കുന്നില്ല. ഞങ്ങൾക്ക് പാരിപ്പള്ളി വരെ പോകണം, സൗജന്യ യാത്ര. ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളോട് ഞങ്ങളുടെ ഇപ്പം ഇനി നിങ്ങൾക്ക് ഇറങ്ങാലോ. ഇത് സൗജന്യ യാത്രയല്ലേ, അത് തരണ്ടേ? അല്ല, മുടക്കുന്നില്ല. ഞങ്ങൾ യാത്ര ചെയ്യുക. ചവറ വരെ ഞങ്ങൾ യാത്ര, സൗജന്യ യാത്ര. ചവറ വരെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ചേർത്തല തിരുവനന്തപുരം വണ്ടിയാണോ? അങ്ങേ എവിടെ വന്നു? പാരിപ്പള്ളി ആണെങ്കിൽ പാരിപ്പള്ളി, ചാത്തന്നൂരാണ് ചാത്തന്നൂർ. സൗജന്യ യാത്ര. പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചിട്ടേ ബാക്കി ഞങ്ങൾ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ് സൗജന്യ യാത്ര തരിക, അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വേറെ ഒന്നുമില്ല. പിന്നെ അവര് സത്യപ്രതിജ്ഞ ചെയ്യാത്തത് ഞങ്ങളെ കയ്യിലെ കുഴപ്പമല്ല. അവര് കസേരയ്ക്ക് അടിച്ചിട്ടാണ്. വിളിച്ച് പറയാലോ ഞങ്ങളുടെ അല്ല അവർക്ക് പറയാലോ മെയ് 15 ഞങ്ങൾക്ക് നൽകാൻ സമ്മതിക്കുന്നില്ല. ആ വാഗ്ദാനം നൽകിയ ആൾക്ക് ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് പറയാലോ ഈ മെയ് 15 സാധിക്കില്ല. അല്ല, അത് ഇനി 5 വർഷം കഴിഞ്ഞാണ് പറ്റുമോ? ഞങ്ങൾ സ്ത്രീകൾ മണ്ടന്മാരല്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾക്ക് മെയ് 15 ഞങ്ങൾ എല്ലാവരും തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാം. സാറേ, ഞങ്ങൾക്ക് സൗജന്യ യാത്ര ഇന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് സൗജന്യ യാത്ര 15-ാം തീയതി പറഞ്ഞത് നമുക്ക് യാത്ര വേണം. ഞങ്ങൾ സഹകരിക്കുന്നുണ്ടോ? ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ടല്ല. വണ്ടി പോകുമ്പോൾ ഞങ്ങൾക്ക് പാരിപ്പള്ളി വരെ ഒന്ന് കൊണ്ടുപോയാൽ മതി. സൗജന്യമായിട്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. രാഖി, എന്തായാലും പോലീസ് ഈ ബസ്സിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് പ്രവർത്തകരോട് പറയുന്നത്. അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ മഹിളാ മോർച്ച പ്രവർത്തകർ പറയുന്നത്. നമ്മൾ വോട്ട് പിടിക്കാൻ എന്തിനാണ് സാറേ വാഗ്ദാനങ്ങൾ നൽകുന്നത്? 15-ാം തീയതി ആര് സ്ത്രീകളും അവരോട് ചെന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് 15-ാം തീയതി യാത്ര വേണം, സൗജന്യം വേണം എന്ന് ആരും പറഞ്ഞില്ല. അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ്. പോലീസ് എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൗജന്യമായി ബസ്സിൽ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അറിയിച്ചത്. മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, 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 മഹിളാ
പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. വനിതാ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തന്നെയാണ് പ്രതിഷേധം. അടുത്ത അവർ അജണ്ടകൾ വെച്ചേക്കുന്നത് പല വാഗ്ദാനങ്ങളും നൽകിയാണല്ലോ അവർ ഇപ്പൊ കയറിയിരിക്കുന്നത്. ഈ സൗജന്യ യാത്ര കിട്ടുന്നവിടം വരെ കേരളത്തിലെ മഹിളാ മോർച്ച ശക്തമായിട്ട് തന്നെ തെരുവിലിറങ്ങും. യാത്ര ചെയ്യാനിരിക്കുക പിടിക്കണ്ട, ഞങ്ങൾ യാത്ര ഞങ്ങൾക്ക് സൗജന്യ യാത്ര പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. വനിതാ പോലീസ് ഈ വാഹനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. കൊല്ലത്താണ് അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. മഹിളാ മോർച്ച UDFന്റെ പാഴ് വാക്കിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ കയറിയ സ്ത്രീകളെ മഹിളാ മോർച്ച പ്രവർത്തകരെ അവിടെ നിന്ന് ബലപ്രയോഗത്തിലൂടെ വനിതാ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ. മോഹന വാഗ്ദാനങ്ങൾ നൽകി, 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 പാവപ്പെട്ട സ്ത്രീജനങ്ങൾ. മനോജ്, അതായത് അവർ ചോദിച്ചത് ഇന്ന് UDF നൽകിയിരുന്ന ആ വാക്ക് അത് നടപ്പിലാകുമോ? ഇന്ന് 15-ാം തീയതിയാണ്. 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നത് നടപ്പിലാകുമോ എന്ന ചോദ്യം ഉയർത്തിയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ബസ്സിൽ യാത്ര ചെയ്യാനായി എത്തിയത്. അവർ കണ്ടക്ടർമാരോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ന് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇന്നു മുതൽ സൗജന്യ യാത്ര എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് മാത്രം ഞങ്ങൾ ഇവിടേക്ക് എത്തിയതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ആയിക്കഴിഞ്ഞു. അതായത് സതീശൻ ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ മാത്രം മതി, കേരളത്തിലൊരു സർക്കാർ ആയിക്കഴിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തീരുമാനം നടപ്പിലാകുന്നില്ല എന്ന ചോദ്യം മാത്രമാണ് അവർ അക്കമിട്ട് നിരത്തിയത്. ഇപ്പോൾ ബലപ്രയോഗത്തിലൂടെ അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ. പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. കൊല്ലത്തും കോഴിക്കോടും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൊല്ലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലത്ത് KSRTC ബസ്സിൽ സൗജന്യ യാത്ര തേടിയെത്തിയതാണ് മഹിളാ മോർച്ച പ്രവർത്തകർ. ഒടുവിൽ ബസിന്റെ സർവീസ് മുടക്കി എന്നാരോപിച്ച് ഇപ്പോൾ മുന്നോടിയായിട്ട് ഞങ്ങൾ എല്ലാവരും കേരളത്തിലെ മഹിളാ മോർച്ച ടീം ഫുള്ളായിട്ട് നാളെ മുതൽ നിരത്തിലിറങ്ങുന്നതായിരിക്കും. 15-ാം തീയതി മെയ് 15-ാം തീയതി സ്ത്രീ യാത്ര സൗജന്യമായിരിക്കുമെന്ന് അവർ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആ നിലപാടിൽ ഞങ്ങൾ അവരാണൊരു ഡേറ്റ് പറഞ്ഞത്, നമ്മൾ ചോദിച്ചതല്ല. അവരാണ് മെയ് 15 എന്ന ഡേറ്റ് അവർ തമ്മിൽ അതിശക്തമായ സമരപ്രഖ്യാപനവുമായി മഹിളാ മോർച്ച. അടികൂടിയത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടത് സൗജന്യ യാത്രയാണ്. അവർ മെയ് 15-ാം തീയതി സൗജന്യ യാത്ര ചെയ്യും എന്നുള്ളൊരു വാഗ്ദാനം നൽകി. വാഗ്ദാനങ്ങൾ നൽകിയാൽ പോലെ അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയണം. പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം. രാഗി, ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. നിരവധി മഹിളാ മോർച്ച പ്രവർത്തകർ ഈ KSRTC ബസ്സിനുള്ളിലേക്ക് കയറി യാത്ര ചെയ്യാൻ തുടങ്ങവേ തന്നെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മഹിളാ മോർച്ച നേതാക്കളെ പോലീസ്, വനിതാ പോലീസ് അടക്കം കയറി ആദ്യമേ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷമുള്ള പ്രവർത്തകരെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്തായാലും സൗജന്യ യാത്ര വാഗ്ദാനം നൽകിയ ശേഷം ആ വാഗ്ദാനം പാലിക്കാത്ത UDFനെതിരെയാണ് ഈ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിലാണ് ഈ പ്രവർത്തകർ കയറി മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതായത് സൗജന്യ യാത്രയാണ് തങ്ങൾക്ക് ഇന്നു മുതൽ UDF പറഞ്ഞിട്ടുള്ളത്. ആ വാഗ്ദാനത്തിന് പുറത്താണ് തങ്ങൾ ഈ ബസ്സിലേക്ക് എത്തിയിട്ടുള്ളത്, കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് അവർ ഓരോരുത്തരും വ്യക്തമാക്കിയത്. ഇപ്പോൾ പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ബസ്സിനുള്ളിൽ നിന്നും പ്രവർത്തകർ ഓരോരുത്തരായും അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും ബാക്കിയുള്ള പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഓരോരുത്തരും അങ്ങനെ തന്നെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് ഞങ്ങളെ ടൂർ കൊണ്ടുപോകുന്നോ? പ്രതിഷേധം 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 പ്രതിഷേധം. അതിശക്തമായ പ്രതിഷേധവുമായി മഹിളാ മോർച്ച. UDF വാഗ്ദാനം ചെയ്ത സൗജന്യ യാത്ര, KSRTC ബസ്സിലെ സൗജന്യ യാത്ര എവിടെയെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇന്ന് 15-ാം തീയതിയാണ്. ഇന്നു മുതൽ സൗജന്യ യാത്ര എന്ന വാഗ്ദാനമാണ് UDF നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് സൗജന്യ യാത്രയ്ക്കെത്തിയ
മഹിളാ മോർച്ച പ്രവർത്തകരെ ബസ്സിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലത്ത് മാത്രമല്ല, കോഴിക്കോടും ഇന്ന് അതിശക്തമായ പ്രതിഷേധം അലയടിച്ചിരുന്നു. കൊല്ലത്ത് പ്രതിഷേധിച്ച മഹിളാ മോർച്ച പ്രവർത്തകരെയാണ് ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും നാളെ മുതൽ ഈ സമരം ശക്തമാക്കും എന്നുള്ളതാണ് മഹിളാ മോർച്ചയുടെ പ്രഖ്യാപനം.